ഓക്കെ, അപ്പം ഇന്ന് നമുക്ക് ഈ പുസ്തകത്തിൻ്റെ 8ാമത്തെ ചാപ്റ്റർ ഒന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കാം. 8ാമത്തെ ചാപ്റ്റർ യേശുവിൻ്റെ ഉപദേശങ്ങൾ എന്നുള്ള ടോപ്പിക്കാണ്. അതൊരു വളരെ വലിയൊരു ചാപ്റ്ററാണ്. നമുക്ക് 2 ക്ലാസ്സായിട്ട് 2 പോർഷനായിട്ട് ഒന്ന് പഠിക്കാം. ആദ്യത്തെ അതിൻ്റെ ഒരു പകുതി ഭാഗം നമുക്കൊന്ന് ഈ വീഡിയോയിലൊന്ന് നോക്കാം. യേശുവിൻ്റെ ഉപദേശങ്ങളെപ്പറ്റി പറയുമ്പോൾ അത് പറഞ്ഞു തുടങ്ങുന്നത് യേശു ഉത്തമനായ ഒരു ഗുരുവായിരുന്നു. ഹി വാസ് എൻ എക്സലൻറ്റ് ടീച്ചർ എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്നാണ് അതിൻ്റെ പിന്നാലെ പറയുവാനായിട്ട് ശ്രമിക്കുന്നത്. ഇപ്പം ഈ ഓദർ കെ ജോർജ് അച്ഛൻ പറഞ്ഞു തുടങ്ങുന്നത് ലോകത്തിലുള്ള ഏറ്റവും പ്രശസ്തരായ ഗുരുക്കന്മാരെ, ടീച്ചേഴ്സിനെ എടുത്തു നോക്കുകയാണെങ്കിൽ അവരിൽ ഏറ്റവും പ്രഥമ സ്ഥാനം കർത്താവിന് നമുക്ക് കൽപ്പിച്ചു കൊടുക്കുവാനായിട്ട് സാധിക്കും. കാരണം അത്ര വിദഗ്ധനായ ഒരു അധ്യാപകനായിട്ട്, ഒരു ടീച്ചറായിട്ട് കർത്താവിനെ നമുക്ക് സുവിശേഷങ്ങളിൽ കാണുവാനായിട്ട് പറ്റുന്നുണ്ട് എന്നാണ് അവിടെ പറഞ്ഞു തുടങ്ങുന്നത്. അപ്പം അതിന് കർത്താവിനെ ഇങ്ങനെ ഗുരു എന്ന് വിളിക്കുമ്പോൾ അതിനൊരു വേദപുസ്തക അടിസ്ഥാനം കൂടിയുണ്ട്. വേദപുസ്തകത്തിൽ പലയിടത്തും, പ്രത്യേകിച്ചും സുവിശേഷങ്ങളിൽ, ആളുകൾ കർത്താവിനെ സംബോധന ചെയ്യുന്നത് ഗുരു എന്ന് വിളിച്ചുകൊണ്ട്, റബ്ബി എന്ന് വിളിക്കുന്നുണ്ട്, ഗുരു എന്ന് വിളിക്കുന്നുണ്ട്. അതിന് 2-3 പദങ്ങൾ അവിടെ പ്രത്യേകിച്ചും ഉപയോഗിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒന്ന് ഡിഡാസ്കലോസ് എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് പദമാണ്. ഡിഡാസ്കലോസ് എന്ന പദത്തിന് പഠിപ്പിക്കുന്നവൻ, അധ്യാപകൻ എന്നാണ് ഒക്കെയാണ് അർത്ഥമുള്ളത്. ഇത് ഏതാണ്ട് 40 തവണയിൽ കൂടുതൽ ഈ വാക്ക് ഡിഡാസ്കലോസ് എന്ന് പറയുന്ന വാക്ക് കർത്താവിനെ സംബോധന ചെയ്യുവാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അധ്യാപകൻ അഥവാ ഗുരു എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം. മറ്റൊരു പദം കർത്താവിനെ വിളിക്കുവാനായിട്ട് സുവിശേഷങ്ങളിൽ കാണുന്നത്, പ്രത്യേകിച്ചും ലൂക്കോസിന്റെ സുവിശേഷത്തിൽ കൂടുതലായിട്ട് കാണുന്നത് എപ്പിസ്റ്റാറ്റസ് എന്ന് പറയുന്നതായ ഗ്രീക്ക് വാക്കാണ്. അതിന് മാസ്റ്റർ അല്ലെങ്കിൽ ടീച്ചർ എന്നൊക്കെ അതിന് അർത്ഥമുണ്ട്. അല്ലെങ്കിൽ പ്രഥമാധ്യാപകൻ, വളരെ പ്രധാനപ്പെട്ട അധ്യാപകൻ, ഏറ്റവും പ്രഥമ സ്ഥാനം അർഹിക്കുന്ന അധ്യാപകൻ എന്നൊക്കെയുള്ള ആ അർത്ഥത്തിൽ എപ്പിസ്റ്റാറ്റസ് എന്ന പദവും ലൂക്കോസ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ മറ്റൊരു പദമാണ് റബ്ബി. അത് നമ്മൾ ഒരുപാടിടത്ത് വായിക്കുന്നുണ്ട്. അതൊരു അരമായ വാക്കുകൂടിയാണ്. റബ്ബി എന്നതിന് ടീച്ചർ എന്ന് തന്നെയാണ്. ഇതിനെല്ലാം ഗുരു, ടീച്ചർ, മാസ്റ്റർ എന്നൊക്കെയാണ് അതിന് അർത്ഥമായിട്ടുള്ളത്. എൻ്റെ മഹാൻ എന്ന അതിന് അർത്ഥമുണ്ടെന്ന് അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ വളരെ പേര് കേട്ട അധ്യാപകരെ വിളിക്കുവാനായിട്ട് ഈ പദം ഉപയോഗിച്ചിരുന്നു. അപ്പോൾ 3 പദമാണ് കർത്താവിനെ ഒരു ഗുരു എന്നുള്ള നിലയിൽ വേദപുസ്തകത്തിൽ നമ്മൾ ഉപയോഗിച്ച് കാണുന്നത്. ഒന്ന് ഡിഡാസ്കലോസ് എന്നുള്ള പദം, അത് ഏതാണ്ട് 40 തവണയിൽ കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ലൂക്കോസ് കൂടുതലായിട്ടും എപ്പിസ്റ്റാറ്റസ് എന്നുള്ള പദം ഉപയോഗിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ റബ്ബി എന്നുള്ള പദവും കർത്താവിനെ വിളിക്കുവാനായിട്ട്, കർത്താവിനെ കുറിച്ച് പറയുവാനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിനെല്ലാം ഗുരു എന്നും അധ്യാപകനെന്നും ഒക്കെ ഇതിന് അർത്ഥം നൽകുവാനായിട്ട് സാധിക്കും. അപ്പോൾ കർത്താവിൻ്റെ ഒരു ടീച്ചിങ് മിനിസ്ട്രി, പഠിപ്പിക്കുന്ന മിനിസ്ട്രി, അത് കർത്താവിൻ്റെ ആ 3 പരസ്യ ശുശ്രൂഷയിൽ ആകമാനം നമ്മൾ കാണുന്നുണ്ട്. അതിൻ്റെ ഒരു ആരംഭം എങ്ങനെയാണ്? ഒരു യഹൂദ റബ്ബിയെയും പോലെ കർത്താവ് സിനഗോഗിൽ നിന്നാണ് അത് ആരംഭിക്കുവാനായിട്ട് തുടങ്ങുന്നത്, അല്ലേ? കർത്താവ് സിനഗോഗിലോട്ട് വന്ന് അവിടെ, പ്രത്യേകിച്ച് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മളത് കാണുന്നുണ്ട്. 4-ാമത്തെ അധ്യായത്തിൽ കർത്താവിനെ വായിക്കുവാനായിട്ട് വിളിക്കുകയും അതിനുശേഷം കർത്താവ് അത് പഠിപ്പിക്കുകയും ചെയ്യുന്നതൊക്കെ കാണുന്നുണ്ട്. അങ്ങനെ സിനഗോഗിൽ പഠിപ്പിക്കുവാനായിട്ട് അങ്ങനെയാണ് കർത്താവിൻ്റെ ടീച്ചിങ് മിനിസ്ട്രി ആരംഭിക്കുന്നത്. എന്നാൽ പെരിയ എന്ത് സംഭവിക്കുന്നു? കർത്താവിൻ്റെ പഠിപ്പിക്കലുകളെ അംഗീകരിക്കുവാൻ കഴിയാതെ, താൻ മശിഹായാണെന്നുള്ള കർത്താവിൻ്റെ വെളിപ്പെടുത്തലുകളെ അംഗീകരിക്കുവാൻ കഴിയാതെ സിനഗോഗിൽ നിന്ന് കർത്താവിനെ പുറത്താക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം നമ്മൾ ഡിസ്കസ് ചെയ്ത സമയത്ത് പറഞ്ഞു, അവനെ അവിടുന്ന് തള്ളിയിട്ട് കൊല്ലുവാനായിട്ട് ജനം ശ്രമിച്ചു എന്നൊക്കെ നമ്മളവിടെ വായിക്കുന്നുണ്ട്. അപ്പോൾ സിനഗോഗിൽ ആരംഭിച്ചുവെങ്കിലും, തൻ്റെ ടീച്ചിങ് അവിടെ തൊട്ട് കർത്താവ് തുടങ്ങിയെങ്കിലും പെതിയെ അവിടെ വലിയ എതിർപ്പുണ്ടാവുകയും സിനഗോഗുകളിൽ കർത്താവിന് സ്വീകരണം ലഭിക്കാതെ പോവുകയും അതിൻ്റെ വാതിലുകൾ കർത്താവിന് നേരെ അടയുകയും ചെയ്യുന്നുണ്ട്. കർത്താവിന് വേണ്ടത്ര അവസരങ്ങൾ അവിടെ നൽകാതെ പോകുന്നുണ്ട്. അപ്പോൾ കർത്താവ് എന്ത് ചെയ്യുന്നു? പുറത്തേക്ക് ഇറങ്ങി, വെളിം പ്രദേശത്തേക്ക് ഇറങ്ങി ജനത്തെ, തൻ്റെ കൂടെ വരുന്ന ജനത്തെ, തൻ്റെ പിന്നാലെ വരുന്ന ജനത്തെ പഠിപ്പിക്കുവാനായിട്ട് ശ്രമിക്കുന്നു. പിന്നീടുള്ള കർത്താവിൻ്റെ പഠിപ്പിക്കലുകളിൽ കൂടുതലും, പിന്നീട് നമ്മൾ സിനഗോഗിലും ദേവാലയത്തിലും ഒക്കെ കർത്താവിനെ കാണുന്നുണ്ട്. എന്നാൽ കൂടുതലായും
കർത്താവിന്റെ പഠിപ്പിക്കലുകൾ പിന്നീട് നടക്കുന്നത് വെളിം പ്രദേശത്താണ്. ഒരുപാട് ആളുകൾ കർത്താവിനെ പിന്നാലെ വരുമ്പോൾ അവരെയും കൊണ്ട് കടൽക്കരയിൽ ഇരുന്നു കൊണ്ട് പഠിപ്പിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. മലമുകളിലേക്ക് കയറിപ്പോയി അവിടെ ഇരുന്ന് പഠിപ്പിക്കുന്നത് കാണുന്നുണ്ട്. വഴിയരികുകളിൽ കൂടി സഞ്ചരിച്ചുകൊണ്ട് ജനത്തെ പഠിപ്പിക്കുന്ന ഉപദേശിക്കുകയും ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇങ്ങനെ വെളിം പ്രദേശത്താണ്, ഒരു ഓപ്പൺ സ്പേസിലാണ് പിന്നീട് കർത്താവിന്റെ ഒരു ടീച്ചിങ് മിനിസ്ട്രി അല്ലെങ്കിൽ ഒരു പഠിപ്പിക്കുന്നതായിട്ടുള്ള മിനിസ്ട്രി, ഉപദേശങ്ങൾ കൂടുതലായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇത് നമ്മൾ പറയുന്നത് പോലെ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതുകൊണ്ടാണ് നമ്മൾ കർത്താവിനെ മികച്ച ഒരു ഗുരുവായിരുന്നു, അധ്യാപകനായിരുന്നു എന്ന് പറയുന്നത്. ഒരു ക്ലാസ് റൂമിലോ ഒരു ദേവാലയത്തിനുള്ളിലോ ഇരുന്ന് പഠിപ്പിക്കുന്നത് പോലെ എളുപ്പമല്ല വെളിം പ്രദേശത്ത് പഠിപ്പിക്കുക എന്ന് പറയുന്നത്. വെളിം പ്രദേശത്ത് ആളുകളുടെ ശ്രദ്ധ പെട്ടെന്ന് മാറിപ്പോകുവാനായിട്ടുള്ള സാധ്യതയുണ്ട്. 1-2 ചലഞ്ചസ് ആണ് അതിൻ്റെ. ഒന്ന്, ഒരു ഓപ്പൺ സ്പേസിൽ കടൽ തീരത്തോ അല്ലെ വഴിവക്കിലോ നിന്നുകൊണ്ടൊക്കെ അല്ലെങ്കിൽ മലയുടെ മുകളിൽ ഇരുന്ന് പഠിപ്പിക്കുമ്പോൾ ജനങ്ങളുടെ ശ്രദ്ധ, ഇത് കേൾക്കുന്നവരുടെ ശ്രദ്ധ മറ്റു കാര്യങ്ങളിലേക്ക് പോകുവാനായിട്ട് സാധ്യതയുണ്ട്. അതുപോലെ ഇപ്പോൾ ഒരു ക്ലാസ് റൂമിൽ ഇരിക്കുന്ന പോലെ, ഒരു പള്ളിയിൽ ഇരിക്കുന്നത് പോലെ ഒരേ തരത്തിൽ ചിന്തിക്കുന്ന ആളുകളല്ല എപ്പോഴും വെളിപ്രദേശത്ത് കൂടി വരുന്നത്. പലയിടത്തു നിന്ന് പല കാരണങ്ങളാൽ വന്നു ചേർന്ന ആളുകൾ, അവരുടെ സ്വഭാവത്തിൽ വ്യത്യാസമുണ്ട്, അവരുടെ മനസ്സിലാക്കാനുള്ള കഴിവിൽ വ്യത്യാസമുണ്ട്, അവരുടെ ശ്രദ്ധ ആകർഷിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ചുറ്റും നടക്കുന്നുണ്ട്, പല താല്പര്യത്തോടെ വരുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇങ്ങനെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഓഡിയൻസിനെയാണ് പുറത്ത് ഒരു ഓപ്പൺ സ്പേസിൽ ലഭിക്കുന്നത്. അപ്പോൾ അവരോട് അവരുടെ ശ്രദ്ധ നഷ്ടപ്പെട്ടു പോകാതെ അവർക്ക് മനസ്സിലാകുന്ന തരത്തിൽ അവരെ ചേർത്ത് നിർത്തിക്കൊണ്ട് പഠിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ ചലഞ്ചാണ്. ഇതാണ് കർത്താവിൻ്റെ ഒരു പഠിപ്പിക്കലിൻ്റെ ആ ഒരു ശുശ്രൂഷയിൽ നമുക്ക് ഏറ്റവും ശക്തമായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നത്. കർത്താവ് വളരെ വ്യക്തതയോടുകൂടി ആ ജനങ്ങളുടെ ശ്രദ്ധ നഷ്ടപ്പെട്ടു പോകാതെ വണ്ണം അവരുടെ പല വ്യത്യസ്ത തലങ്ങളിൽ നിന്ന് വന്ന മനുഷ്യർ കൂടിയിരിക്കുന്ന വെളിം പ്രദേശങ്ങളിൽ കർത്താവ് വളരെ വാക്ചാതുര്യത്തോടെ അവരുടെ ശ്രദ്ധ ആകർഷിച്ചുകൊണ്ട് അവരോട് സംസാരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അത് കർത്താവിൻ്റെ ഈ പഠിപ്പിക്കലിൻ്റെ മിനിസ്ട്രിയുടെ ഒരു വളരെ ശക്തമായ ഒരു പോസിറ്റീവ് ഘടകമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതുപോലെ വെളിം പ്രദേശത്തിരിക്കുന്ന ആളുകളോട്, സാധാരണക്കാരായ ആളുകളോട്, വിവിധ താല്പര്യത്തിലുള്ള ആളുകളോട് ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്ന് പറയുന്നത് ഒരു വലിയ ചലഞ്ചാണ്. അത് ഒരു പണ്ഡിതന്മാരുടെ സദസ്സിൽ പറയുന്നത് പോലെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ആളുകൾക്ക് അത് ഗ്രഹിക്കുവാനായിട്ട് കഴിയുകയില്ല. അപ്പോൾ വളരെ സിമ്പിളായിട്ട്, വളരെ ലളിതമായിട്ട് അവർക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന തരത്തിൽ അത് പറഞ്ഞു കൊടുക്കുക എന്ന് പറയുന്നത് വളരെ വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കർത്താവിൽ അത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. നാലാമത്തെ ഒരു കാര്യം, ആ കാലഘട്ടത്തിൽ നമുക്കറിയാം പ്രിന്റ് മീഡിയ ഒന്നുമില്ല, ആകെയുള്ളത് കയ്യെഴുത്ത് പ്രതികളാണ്. അതുപോലും എല്ലാവരുടെയും കൈകളിൽ ലഭ്യമല്ല. അപ്പോൾ ഇത് കേൾക്കുന്ന ആളുകൾ, നമ്മൾ ഇന്നൊരു പക്ഷേ ഒരു ക്ലാസ് കേൾക്കുന്നത് പോലെ ഇത് കുറിച്ചെടുക്കുകയോ നോട്ട്സ് എഴുതിയെടുക്കുകയോ ചെയ്യുവാനായിട്ട് കഴിയുന്നവരല്ല, പ്രത്യേകിച്ചും വെളിം പ്രദേശത്ത് ഒരുമിച്ച് കൂടുന്ന ആളുകൾ. അപ്പോൾ ഈ കേട്ട കാര്യങ്ങൾ പെട്ടെന്ന് മറന്നു പോകുവാനായിട്ടുള്ള ഒരു സാധ്യതയും അവരുടെ മുന്നിലുണ്ട്. അപ്പോൾ അവരോട് സംസാരിക്കുമ്പോൾ എന്ത് ചെയ്യണം? അവരുടെ മനസ്സിൽ ഇത് ഉറച്ചു നിൽക്കത്തക്കവണ്ണം കഥകളിലൂടെയും മറ്റ് ഇമേജസ് ഉപയോഗിച്ചുമൊക്കെ അവരുടെ ജീവിതത്തിലെ തന്നെ ഉപമകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെയൊക്കെ ഇവർ ഇത് മറന്നു പോകാതെ അവരുടെ ഹൃദയത്തിൽ അത് ആഴത്തിൽ കിടക്കുന്ന തരത്തിൽ അവരെ പഠിപ്പിക്കേണ്ടത് ആവശ്യമാണ്. ഇതൊക്കെയാണ് ഒരു വെളിം പ്രദേശത്തെ ക്ലാസ് എടുക്കുമ്പോൾ, പഠിപ്പിക്കുമ്പോഴുള്ള ചലഞ്ചസ് എന്ന് പറയുന്നത്. കർത്താവിൻ്റെ പഠിപ്പിക്കലുകൾ ഈ എല്ലാ ചലഞ്ചസിനെയും ആക്സെപ്റ്റ് ചെയ്ത് അത്ര ഭംഗിയായിട്ട് കർത്താവ് ഇതൊക്കെ പഠിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇതിന് കർത്താവ് ഉപയോഗിച്ച ചില മാർഗങ്ങളുണ്ട്. ഒന്ന് ഉപമകളാണ്. നമ്മൾ പറഞ്ഞു ആളുകൾക്കത് മനസ്സിലാകുന്ന തരത്തിൽ ലളിതമായിട്ട് പറഞ്ഞു കൊടുക്കണം, അവർ മറന്നു പോകാതെ അവരുടെ ഉള്ളിൽ അത് നിലനിൽക്കുകയും വേണം. അതിനുവേണ്ടി കർത്താവ് ഉപയോഗിച്ച ഒരു മാർഗമാണ് ഉപമകൾ അഥവാ പാരബിൾസ് എന്ന് പറയുന്നത്. എന്താ ഉപമ എന്ന് പറയുന്നത്? ഉപമയുടെ ഒരു സിമ്പിൾ ഡെഫിനിഷൻ അത് ഒന്ന് ഓർത്തിരിക്കുന്നത് നല്ലതാണ്. സ്വർഗീയമായ അർത്ഥമുള്ള ഭൗമിക കഥ എന്നാണ് ഉപമയുടെ ഒരു ഡെഫിനിഷൻ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലോകത്തിലുള്ള നമ്മുടെ ചുറ്റും നടക്കുന്നതായ ഒരു സംഭവമോ ഒരു കഥയോ ഒരു ഇമേജോ ആയിരിക്കാം, പക്ഷെ അതിന് കുറച്ചുകൂടി ഡീപ്പായിട്ടുള്ള ഡിവൈനായിട്ടുള്ള ചില മീനിങ്സ് അതിൻ്റെ ഉള്ളിലുണ്ട്. നമ്മൾ പുറമേ കാണുന്ന ഒരു കഥ, നമ്മുടെ ചുറ്റും കാണുന്നതായിട്ടുള്ള ഒരു കഥ, എന്നാൽ അതിന് ആഴത്തിലുള്ള സ്വർഗീയമായ ചില അർത്ഥങ്ങളുണ്ട്. അതിനെയാണ് ഉപമ എന്ന് പറയുന്നത്.
അപ്പോൾ ഈ ഉപമകളുടെ അഡ്വാൻറ്റേജസ് എന്താ? ഉപമ കൊണ്ട് പഠിപ്പിക്കുന്നതിന്റെ ഗുണം എന്താ? ഒന്ന്, ഉപമകൾ എന്ന് പറയുന്ന ചെറിയ ചെറിയ കഥകളാണ്. എല്ലാ പ്രായത്തിലുള്ള മനുഷ്യർക്കും കഥകൾ, സ്റ്റോറീസ് കേൾക്കാനായിട്ട് ഇഷ്ടമാണ്. അപ്പോൾ ചില ചെറിയ കഥകളുടെ രൂപത്തിൽ ഉപമകളായിട്ട് അത് പറഞ്ഞു കൊടുക്കുമ്പോൾ ആളുകൾ താല്പര്യത്തോടെ അത് കേൾക്കുവാനായിട്ട് സാധിക്കും. രണ്ട്, നമ്മൾ ഒരു കാര്യം കേൾക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അത് മനസ്സിലാക്കുന്നത്? നമ്മൾ അതിനെ വിഷ്വലൈസ് ചെയ്യുക. കേൾക്കുന്ന കാര്യങ്ങളെ നമ്മൾ മനസ്സിൽ വിഷ്വലൈസ് ചെയ്യുക. ഒരു സിനിമ കാണുന്നത് പോലെ നമ്മുടെ മനസ്സിൽ നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ ചിത്രങ്ങൾ പോലെ നമ്മൾ മനസ്സിൽ അത് വിഷ്വലൈസ് ചെയ്യുന്നുണ്ട്. ഇതിന് ഉപമകൾ വളരെ സഹായകരമാണ്. ഒരു തിയറി കേൾക്കുന്നതിനെക്കാട്ടിലും ഉപമകളിലൂടെ പഠിപ്പിക്കുമ്പോൾ ഇത് കേൾവിക്കാർക്ക് അവരുടെ മനസ്സിൽ ഇത് ഒരു കാഴ്ച പോലെ, ഒരു ചിത്രീകരിച്ച് കാണുവാൻ തക്കവണ്ണം ഇടയാവും. അത് അവരുടെ മനസ്സിൽ ആഴത്തിൽ പതിയുവാനായിട്ട് ഇടയാവും. അത് ഉപമയുടെ രണ്ടാമത്തെ ഒരു അഡ്വാൻറ്റേജ് ആണ്. മൂന്നാമതുള്ള ഉപമയുടെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഈ പറയുന്ന കാര്യങ്ങൾ, കേൾക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല, ഇതിനെപ്പറ്റി കുറച്ചുകൂടി ഡീപ്പായിട്ട് പിന്നാലെ ചിന്തിക്കുവാൻ തക്കവണ്ണം ഒരു ചാലഞ്ചും ഉപമ തരുന്നുണ്ട്. ഒരു കഥ കേൾക്കുന്നു, ആ കഥയിലൂടെ ചില സത്യങ്ങൾ കർത്താവ് പഠിപ്പിക്കുന്നു. എന്നാൽ ഇത് കേട്ടിട്ട് മടങ്ങി പോകുമ്പോൾ ഇത് കേട്ടവർക്ക് അതിനെപ്പറ്റി ഉള്ളിൽ, ഹൃദയത്തിൽ കൂടുതൽ ആഴമായിട്ട് ചിന്തിക്കുവാനും ധ്യാനിക്കുവാനും അതിൻ്റെ ആഴമായ അർത്ഥങ്ങൾ പെതിയെ സ്വയം കണ്ടെത്തുവാനും തക്കവണ്ണം, തനിയെ എക്സ്പ്ലോർ ചെയ്ത് അതിൻ്റെ ആഴങ്ങളിലേക്ക് പോകുവാനും തക്കവണ്ണം ഈ കഥകൾ സഹായകരമാണ് എന്നുള്ളതും ഉപമയുടെ ഒരു അഡ്വാൻറ്റേജസ് ആണ്. ഇത് പറയുമ്പോൾ നമ്മൾ വേറൊരു വാക്കുകൂടി ഓർത്തിരിക്കണം. അലിഗറി എന്ന് പറയുന്നതായ ഒരു അന്യാപദേശം എന്നാ പറയുന്നത്. ഉപമ എന്ന് പറയുന്നത് പാരബിൾ ആണ്. പാരബിളും അലിഗറിയും തമ്മിൽ വ്യത്യാസമുണ്ട്. അലിഗറി എന്ന് പറഞ്ഞാൽ എന്താ? അതും കഥകളാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ നമ്മൾ കേൾക്കുന്ന കഥയുടെ, അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഒരു കഥ കേൾക്കുമ്പോൾ അതിൽ കാണുന്ന ഒരു മെസ്സേജ് അല്ല, അതിൻ്റെ ഉള്ളിൽ ഡീപ്പായിട്ട് ഒളിഞ്ഞിരിക്കുന്ന ചില മെസ്സേജ് ഉണ്ടെന്നാണ് അലിഗറി ഉപയോഗിക്കുന്നവർ പറയുന്നത്. അതൊരു പഠിപ്പിക്കലിനുള്ള ഒരു രീതിയാണ്. അപ്പോൾ അലിഗറി എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കഥ പറയുന്നു, എന്നാൽ നമ്മൾ പെട്ടെന്ന് കാണുന്നതല്ലാതെ അതിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന കഥകളുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന സത്യങ്ങളുണ്ട്. അത് വളരെ ഡീപ്പായിട്ട് നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. അപ്പം ആ കഥയിലെ ഓരോ ചെറിയ ഡീറ്റെയിലും വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അതിലെ ഓരോ ചെറിയ ഡീറ്റെയിൽസിനെയും എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്ത് പോകുമ്പോൾ നമ്മൾ വിചാരിക്കാത്ത തരത്തിലുള്ള അർത്ഥങ്ങൾ അതിൻ്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നതായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതാണ് അലിഗറി എന്ന് പറയുന്നത്. എന്നാൽ പാരബിൾ അല്ലെങ്കിൽ ഉപമ, കർത്താവ് കൂടുതലായിട്ടും ഉപയോഗിച്ച ഉപമകൾ എന്ന് പറയുന്നത് അങ്ങനെയല്ല. ഉപമയ്ക്ക് ഒരൊറ്റ പ്രധാനപ്പെട്ട മെസ്സേജാണ് സാധാരണയുള്ളത്. അലിഗറിയിൽ പല മെസ്സേജുകൾ അതിൻ്റെ ഉള്ളിൽ തന്നെ ഒളിഞ്ഞിരിക്കുന്നുണ്ടാവാം. ഒരു ഉദാഹരണം പറഞ്ഞാൽ, അലിഗറിക്ക് ഒരു ഉദാഹരണം പറയാം. അപ്പോൾ നമ്മളുടെ നല്ല ശമരിയാക്കാരൻ്റെ ഉപമ കർത്താവ് പഠിപ്പിച്ചിട്ടുള്ളത് നമുക്കറിയാമല്ലോ. അത് എന്താ പറയുന്ന, ഒരു മനുഷ്യൻ യെരുശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് യാത്ര ചെയ്യുന്നു. പോകുന്ന വഴിയിൽ കള്ളന്മാർ അവനെ ആക്രമിക്കുന്നു. മൃതപ്രായനായിട്ട് വഴിയിൽ ഇട്ടേച്ചു പോകുന്നു. അങ്ങനെ പോകുമ്പോൾ പുരോഹിതൻ വരുന്നു, ലേവ്യൻ വരുന്നു, അവരവനെ കാണാതെ കടന്നു പോകുന്നു. ഒരു ശമരിയാക്കാരൻ വരുന്നു. ഈ ശമരിയാക്കാരൻ ആ മനുഷ്യനെ എടുത്ത് മുറിവ് കെട്ടി അവനെ വഴിയമ്പലത്തിൽ കൊണ്ടാക്കി അവൻ ആവശ്യമായ ശുശ്രൂഷ ചെയ്യാനായിട്ട് വഴിയമ്പലക്കാരനെ ഏൽപ്പിച്ചിട്ട് അവിടുന്ന് പോകുന്ന കഥ. അത് നല്ല അയൽക്കാരൻ ആരാണ് എന്നുള്ള ഒരു ചോദ്യമാണ്. നമുക്ക് അതിന്റെ മെസ്സേജ് പെട്ടെന്ന് അതിൽ നിന്ന് മനസ്സിലാക്കാം, ഒരു ഉപമയാണ്. എന്നാൽ ഇതിനെ അലിഗോറിക്കായിട്ട്, നമ്മൾ മുൻപേ പറഞ്ഞ അലിഗറിക്കലായിട്ട് അതിനെ വ്യാഖ്യാനിക്കുന്ന ചില ആളുകളുണ്ട്. അപ്പോൾ അവരെങ്ങനെ അതിനെ വ്യാഖ്യാനിക്കുന്നത്? ഒരു ഉദാഹരണം, പ്രത്യേകിച്ചും സെയിന്റ് അഗസ്റ്റിൻ കൊടുക്കുന്ന ഒരു ഉദാഹരണം എങ്ങനെ, അത് അലിഗറിക്കൽ ഇന്റർപ്രിട്ടേഷന്റെ ഒരു ഉദാഹരണമാണ്. അതൊന്ന് കേട്ടു നോക്കുക. വിശുദ്ധ അഗസ്തിനോസ് നല്ല ശമരിയക്കാരൻ എന്ന കഥയ്ക്ക് നൽകിയിട്ടുള്ള വ്യാഖ്യാനം: കഥയിലെ വഴിയാത്രക്കാരൻ ആദാമാണ്. യെരുശലേം സ്വർഗത്തെ സൂചിപ്പിക്കുന്നു. നല്ല ശമരിയക്കാരൻ യേശുവിനെ സൂചിപ്പിക്കുന്നു. കള്ളന്മാർ പിശാചുക്കളെ സൂചിപ്പിക്കുന്നു. സത്രം സഭയുടെ അടയാളമാണ്. സത്രത്തിന്റെ ഉടമ വിശുദ്ധ പൗലോസ് അപ്പോസ്തലനെ കുറിക്കുന്നു. 2 വെള്ളിക്കാശ് ക്രിസ്തു സ്ഥാപിച്ച കൂദാശകളുടെ അടയാളമാണ് ഇതാണ് അലിഗറിക്കൽ ഇന്റർപ്രിട്ടേഷൻ. ഇത് നമുക്ക് പെട്ടെന്ന് അത് വായിക്കുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നുകയില്ല. എന്നാൽ ഈ കഥയിലെ ഓരോ ചെറിയ ഡീറ്റെയിലും എടുത്ത് അതിനെ വ്യാഖ്യാനിക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് നമ്മളുടെ മനസ്സിൽ വരാത്ത ഒന്നോ അതിലധികം മെസ്സേജസോ അതിൻ്റെ ഉള്ളിലുണ്ട് എന്ന് നമുക്ക് തോന്നും. ഇതാണ് അലിഗറി എന്ന് പറയുന്നത്. എന്നാൽ ഉപമയിൽ എന്താണ്? ഉപമയിൽ പ്രധാനപ്പെട്ട ഒരൊറ്റ സന്ദേശമാണ് നൽകുവാനായിട്ട് ശ്രമിക്കുന്നത്.
കർത്താവ് ഇതിലൂടെ പറയാനായിട്ട് ശ്രമിച്ച സന്ദേശം എന്താണ്? നല്ല ശമരിയാക്കാരൻ അല്ലെങ്കിൽ നല്ല അയൽക്കാരൻ ആരാണ് എന്നുള്ള ഒരു മെസ്സേജാണ് കർത്താവ് അതിലൂടെ നൽകുവാനായിട്ട് ശ്രമിക്കുന്നത്. കൂട്ടുകാരനെ സ്നേഹിക്കുകയും അവനെ കരുതുകയും ആവശ്യത്തിലിരിക്കുന്നവന്റെ അടുക്കിലേക്ക് ചെന്ന് അവന് ആവശ്യമായ ശുശ്രൂഷകൾ ചെയ്തു നൽകുകയും ഒക്കെ ചെയ്യുന്നതാണ് ഈ നല്ല സൗഹൃദത്തിന്റെ ബന്ധത്തിന്റെ അടിസ്ഥാനം എന്നാണ് കർത്താവ് അതിലൂടെ പറയുവാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ അങ്ങനെ കർത്താവ് പഠിപ്പിക്കുന്ന ഉപമകളിലൂടെ നമ്മൾ ഉപമകൾ എന്നുള്ള തരത്തിൽ അതിനെ വ്യാഖ്യാനിക്കുമ്പോൾ അതിൻ്റെ അകത്തെ ഓരോ ചെറിയ 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 ഡീറ്റെയിലും എടുത്ത് നമ്മൾ വ്യാഖ്യാനിക്കേണ്ടതായിട്ട് ആവശ്യമില്ല. അതിന്റെ മെസ്സേജ് ഓൾറെഡി ക്ലിയർ ആണ്. ഈ മെസ്സേജിനോട് ചേർന്ന് നിൽക്കുന്ന ഡീറ്റെയിൽസ് മാത്രമേ നമുക്ക് അതിൽ നിന്ന് സ്വീകരിക്കാനായിട്ട് പറ്റത്തുള്ളൂ. ചിലപ്പോൾ അതിന്റെ ഓരോ ചെറിയ ഡീറ്റെയിലും എടുത്ത് നമ്മൾ വ്യാഖ്യാനിക്കാൻ പോയി കഴിഞ്ഞാൽ ഈ പ്രധാനപ്പെട്ട മെസ്സേജിൽ നിന്ന് അത് മാറിപ്പോകാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് ഉപമകൾ മനസ്സിലാക്കുമ്പോൾ ഒരിക്കലും നമ്മൾ അത്രയും ഡീറ്റെയിലേക്ക് പോയി ഈ പ്രധാനപ്പെട്ട മെസ്സേജിൽ നിന്ന് മാറിപ്പോകാനായിട്ട് പാടില്ല. ഈ ഏറ്റവും പ്രധാനപ്പെട്ട മെസ്സേജ് എന്താണോ അതിലൂടെ പറയാൻ ശ്രമിച്ചത് അതിനെ ഹെൽപ്പ് ചെയ്യുന്ന ഡീറ്റെയിൽസ് മാത്രം നമ്മൾ അതിൽ നിന്ന് എടുത്താൽ മതിയാവും. ഇതാണ് ഉപമയും അലിഗറിയും തമ്മിലുള്ള, അല്ലെങ്കിൽ ഉപമയും പാരബിളും അന്യാപദേശവും അലിഗറിയും തമ്മിലുള്ളതായിട്ടുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ ഉപമകൾ വ്യാഖ്യാനിക്കുന്ന സമയത്ത്, അതിനെ ഇന്റർപ്രറ്റ് ചെയ്യേണ്ട സമയത്ത് നമ്മുടെ മനസ്സിലിരിക്കേണ്ട 1-2 കാര്യങ്ങളെ പറ്റിയും അവിടെ പറയുന്നുണ്ട്. ഒന്ന്, ഒരു പ്രത്യേക സാഹചര്യം മുൻനിർത്തിയാണ് കർത്താവ് ഉപമകൾ പറയുന്നത്. ഓരോ ഉപമ പറയുന്നതിനും അതിനൊരു പ്രത്യേക കോണ്ടെക്സ്റ്റ് ഉണ്ട്. അപ്പോൾ ആ പ്രത്യേകമായ കോണ്ടെക്സ്റ്റും അതിന്റെ മെസ്സേജും മനസ്സിലാക്കുകയും അത് വ്യാഖ്യാനിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ആ കോണ്ടെക്സ്റ്റിനോട്, ആ സാഹചര്യത്തിനോട് അല്ലെങ്കിൽ ആ മെസ്സേജിനോട് ചേരാത്ത തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ, ഇന്റർപ്രിട്ടേഷൻസ് ഇതിൽ നിന്നും ഉദ്ദേശിക്കുന്നില്ല, ഉപമകളിൽ നിന്ന് ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളത് നമ്മുടെ മനസ്സിൽ ഓർത്തിരിക്കേണ്ടതായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ പറഞ്ഞ പോലെ അതിന്റെ വളരെ മൈന്യൂട്ടായിട്ടുള്ള ഡീറ്റെയിൽസ് എടുത്ത് അതിനെ ഇന്റർപ്രറ്റ് ചെയ്യുമ്പോൾ ഈ പ്രധാനപ്പെട്ട ആശയത്തോടോ കോണ്ടെക്സ്റ്റിനോടോ അതിന് വ്യത്യാസമുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ അതിനെ നോക്കേണ്ടതായിട്ടുള്ള കാര്യമില്ല എന്നാണ് പറയുന്നത്. പ്രധാന ഉപദേശം എന്താണ്, പ്രധാന സത്യം എന്ത് എന്ന് മനസ്സിലാക്കുവാൻ ശ്രമിക്കുകയും വിശദാംശങ്ങൾക്ക് നൽകുന്ന വ്യാഖ്യാനം പ്രധാന സത്യത്തോട് യോജിക്കാതെ വന്നാൽ അത് ത്യജിക്കണം, അത് തള്ളിക്കളയണം എന്നാണ് പറയുന്നത്. ഓക്കെ. അതുപോലെ ഉപമകളുടെ ഉപയോഗിക്കുമ്പോൾ മറ്റ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഡോക്ട്രൈൻസ് അല്ലെങ്കിൽ സിദ്ധാന്തങ്ങൾ, തിയറികൾ ഒക്കെ രൂപപ്പെടുത്തുന്നതിന് ഒരിക്കലും ഒരു ഉപമയെ അടിസ്ഥാനമാക്കി ആയിരിക്കരുത് വിശ്വാസത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങൾ നമ്മൾ രൂപപ്പെടുത്തേണ്ടത്. അത് കർത്താവിന്റെ മുഴുവനായിട്ടുള്ള പഠിപ്പിക്കലുകളെ ആശ്രയിച്ച് വേണം നമ്മൾ നമ്മുടെ വിശ്വാസങ്ങൾ അല്ലെങ്കിൽ ഡോക്ട്രൈൻസ്, തിയറികളൊക്കെ രൂപപ്പെടുത്തുവാൻ. അതിന് സഹായകരമാകുന്ന ഉപമകൾ നമുക്ക് അതിനുവേണ്ടി ഉപയോഗിക്കാം, അതിൽ തെറ്റില്ല. എന്നാൽ ഒരിക്കലും ഏറ്റവും ഒരു പ്രൈമറി സോഴ്സ് ആയിട്ട്
പറയുന്നതായ ഒരു രാജ്യം, പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യം, ഇങ്ങനെ ജോഗ്രഫിക്കലായിട്ടുള്ള ഒരു രാജ്യം എന്ന തരത്തിലല്ല. എന്നാൽ ദൈവത്തിൻ്റെ നിയമം, ദൈവത്തിൻ്റെ ഭരണം സാധ്യമായി തീരുന്ന, അത് അനുഭവിക്കുവാൻ കഴിയുന്ന ഒരു ജീവിത അനുഭവത്തിൻ്റെ പേരാണ് ദൈവരാജ്യം എന്ന് പറയുന്നത്. അപ്പോൾ ദൈവരാജ്യത്തിൻ്റെ കർത്താവ് എന്താ ചെയ്യുന്നത്? കർത്താവിനോട് ചേരുമ്പോൾ ദൈവരാജ്യത്തിൻ്റെ അംഗങ്ങളായി നമ്മൾ മാറുകയാണ്. അല്ലെങ്കിൽ കർത്താവ് എന്തിനു വേണ്ടിയാണ് വന്നത്? ഈ രാജ്യത്തിൻ്റെ അംഗങ്ങളായിട്ട് നമ്മെ സ്വീകരിക്കുവാനായിട്ടാണ് കർത്താവ് ലോകത്തിലേക്ക് വന്നത്. കർത്താവിൻ്റെ വരവോടുകൂടി ദൈവരാജ്യം നമ്മുടെ ഇടയിൽ തന്നെ സ്ഥാപിതമായി. അപ്പോൾ ഈ ദൈവരാജ്യത്തിലേക്ക് ചേർന്ന് വന്ന അംഗങ്ങളോടാണ് കർത്താവ് ഈ പർവ്വത പ്രസംഗം നടത്തുന്നത്. അങ്ങനെ പറയാനുള്ള കാരണം എന്താ? കർത്താവ് ആരെയാ? കർത്താവ് ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തിട്ട് ഈ ശിഷ്യന്മാരും കർത്താവിനെ വളരെ ക്ലോസ് ആയിട്ട് കർത്താവിനെ ഫോളോ ചെയ്യുന്ന, അനുഗമിക്കുന്ന ആളുകളുമായിട്ട് ചേർന്ന് മലയുടെ മുകളിലേക്ക് പോയിട്ടാണ് കർത്താവ് ഈ ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ സിറ്റിസൺസ് ആണ്. അപ്പോൾ ഈ രാജ്യത്തിൻ്റെ വാല്യൂസ് എന്താണ്? ഈ രാജ്യത്തിൻ്റെ നിയമങ്ങൾ എന്താണ്? ഈ രാജ്യത്തിൽ, ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ അംഗങ്ങളായിട്ട് നിങ്ങൾ ജീവിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടുന്നതായ മര്യാദകൾ എന്തൊക്കെയാണ്? എങ്ങനെയാണ് നിങ്ങൾ ജീവിക്കേണ്ടത്? മറ്റുള്ളവരുമായിട്ട് എങ്ങനെയാണ് നിങ്ങൾ ഇടപെടേണ്ടത്? ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ദൈവരാജ്യത്തിൻ്റെ നിയമങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് പർവ്വത പ്രസംഗത്തിൽ ആകമാനമായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം പറഞ്ഞത്, നമ്മുടെ വിശ്വാസത്തിൻ്റെ, ക്രിസ്തീയ വിശ്വാസത്തിൻ്റെയും പഠിപ്പിക്കലുകളുടെയും ഏറ്റവും ഒരു എസൻസ് ആയിട്ട് നമുക്ക് ഈ ഗിരിപ്രഭാഷണത്തെ കാണാനായിട്ട് പറ്റും എന്ന് പറയുന്നത്. ഈ ഗിരിപ്രഭാഷണത്തിന് പല പേരുകളുണ്ട്. പർവ്വത പ്രസംഗം എന്ന് പറയുന്നുണ്ട്, ഗിരിപ്രഭാഷണം എന്ന് പറയുന്നുണ്ട്, അതുപോലെ പന്തിരുവരുടെ നിയോഗ പ്രസംഗം, അതായത് പന്തിരുവർ എന്ന് പറയുന്ന 12 ശിഷ്യന്മാർ, പന്തിരുവരുടെ നിയോഗ പ്രസംഗം എന്നതിനെ വിളിക്കുന്നുണ്ട്. രാജാവിൻ്റെ പ്രകടന പത്രിക എന്ന് അതിനെ വിശേഷിപ്പിക്കാറുണ്ട്. രാജ്യത്തിൻ്റെ വിളംബരം, ഇങ്ങനെയുള്ള പേരുകളൊക്കെ പർവ്വത പ്രസംഗത്തിനുണ്ട് എന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കേണ്ടതായിട്ടുള്ള കാര്യമാണ്. നമ്മൾ പറഞ്ഞതുപോലെ പഴയ നിയമത്തിൽ മോശയിലൂടെ 10 കൽപ്പനകൾ ലഭിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്, അല്ലേ? അത് ഒരു മലയുടെ മുകളിൽ വെച്ചാണ് ദൈവം മോശയ്ക്ക് 10 കൽപ്പനകൾ നൽകുകയും മോശ അത് ജനത്തിന് കൊണ്ട് കൊടുക്കുകയും ചെയ്യുന്നത്. അതിൻ്റെ പുതിയ നിയമത്തിലുള്ള ഇക്വലൻ്റ് ആണ് ഇത്. പഴയ നിയമത്തിൽ മോശ പർവ്വതത്തിൽ വെച്ച് 10 കൽപ്പനകൾ ദൈവത്തിൽ നിന്ന് സ്വീകരിച്ച് ജനത്തിന് കൊണ്ട് കൊടുത്തുവെങ്കിൽ, ഇതാ ഇവിടെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ മോശയേക്കാളും വലിയവനായ യേശുക്രിസ്തു ദൈവം തന്നെയാണ്. മോശയേക്കാൾ വലിയവനായ ദൈവം മോശ സീനായി മലയിൽ ഇരുന്നുവെങ്കിൽ, ഇവിടെ കർത്താവ് അതുപോലെ മറ്റൊരു മലയിൽ ഇരുന്നു കൊണ്ട് ദൈവരാജ്യത്തിൻ്റെ നിയമങ്ങൾ, പുതിയ നിയമത്തിൻ്റെ, പുതിയ സഭയുടെ, ഈ സ്ഥാപിതമായിരിക്കുന്ന ദൈവരാജ്യത്തിൻ്റെ പുതിയ നിയമ സംഹിതകൾ, അതിൻ്റെ വാല്യൂസ്, അതിൻ്റെ എത്തിക്സ്, ഇതൊക്കെ തൻ്റെ രാജ്യത്തിൻ്റെ അവകാശികളായിട്ടുള്ള ജനത്തിന് പറഞ്ഞു കൊടുക്കുന്നത്, ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്നത് നമുക്കത് കാണുവാനായിട്ട് സാധിക്കും. ദൈവരാജ്യം ഈ പുതിയ വ്യവസ്ഥിതിയിൽ ദൈവാത്മാവിനാൽ പുതുതാക്കപ്പെട്ട മനുഷ്യർ സ്വീകരിക്കേണ്ട പുതിയ ജീവിത മാതൃകയും പുതിയ മനോഭാവവും പരസ്പര ബന്ധങ്ങളും ഈ പ്രഭാഷണത്തിൽ ആവിഷ്കരിക്കപ്പെടുന്നു, അല്ലെ? ദൈവരാജ്യത്തിൻ്റെ ഒരു പുതിയ ഒരു വ്യവസ്ഥിതിയാണ്. നമ്മൾ പറഞ്ഞതൊരു ഒരു ജോഗ്രഫിക്കൽ രാജ്യമല്ല, മറിച്ച് നമ്മൾ ജീവിക്കുന്ന ഒരു ജീവിത അനുഭവമാണ്. ഈ ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ലൈഫ് മോഡൽ, ജീവിത മാതൃക എന്തായിരിക്കണം? നമ്മുടെ പുതിയ മനോഭാവങ്ങൾ, പുതിയ ആറ്റിറ്റ്യൂഡ്സ്, അത് എങ്ങനെയായിരിക്കണം? മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധം, പരസ്പര ബന്ധം, ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്സ് എങ്ങനെയായിരിക്കണം? ഇതൊക്കെയാണ് ഈ പർവ്വത പ്രസംഗത്തിലൂടെ കർത്താവ് പറയുവാനായിട്ട് ശ്രമിക്കുന്നത്. ആർക്കാ കർത്താവ് ഇത് പറഞ്ഞു കൊടുക്കുന്നത്? തന്നെ അനുഗമിച്ച 12 ശിഷ്യന്മാർക്കും അതുപോലെ തന്നോട് വളരെ ചേർന്ന് നിൽക്കുന്ന തൻ്റെ പ്രിയപ്പെട്ടവർക്കുമാണ്, ഫോളോവേഴ്സിനുമാണ് കർത്താവ് ഇത് പറഞ്ഞു കൊടുക്കുന്നത്. ചാൾസ് ഗോർ എന്ന് പറയുന്ന ഒരാൾ ഇതിന് പറഞ്ഞിരിക്കുന്ന ഒരു വാക്യം വളരെ രസകരമാണ്, ശ്രദ്ധേയമാണ്. അദ്ദേഹം എന്താ പറയുന്നത്? പർവ്വത പ്രസംഗത്തെ പറ്റി പറയുന്നത്, പർവ്വത പ്രസംഗം സഭയുടെ ചെവിയിൽ കർത്താവ് പറഞ്ഞതാണ്, സമീപേ നിന്ന ലോകം അത് ശ്രവിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം ഇത് പറഞ്ഞപ്പോൾ ശിഷ്യന്മാരും കർത്താവിനോട് ക്ലോസ് ആയിട്ടുള്ള ആളുകൾ മാത്രമല്ല, ഒരു പുരുഷാരവും, മറ്റ് കർത്താവിനെ ഫോളോ ചെയ്ത മറ്റനേകം ആളുകളും ആ കൂട്ടത്തിൽ അത് കേട്ടിരുന്നുവെന്ന് വേദപുസ്തകത്തിൽ പറയുന്നുണ്ട്. അതിനോട് ചേർന്നുകൊണ്ട് ഈ ചാൾസ് ഗോർ എന്ന് പറയുന്ന വ്യക്തി പറയുന്നതാണ്, അതിനെ പറ്റി പറയുന്നതാണ്, ഇത് സഭയുടെ ചെവിയിൽ പറഞ്ഞു കൊടുത്തതായ കാര്യമാണ്, എന്നാൽ അടുത്തു നിന്ന ലോകവും അത് കേൾക്കുവാനായിട്ട് ഇടയായി എന്നുള്ള
സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം ശ്രദ്ധേയമായൊരു സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം പറയുന്നുണ്ട്. പിന്നീട് നമ്മളിത് പറഞ്ഞു, മത്തായിയുടെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തുമ്പോൾ അത് പഴയ നിയമത്തിലെ മോശ 10 കൽപ്പനകൾ ദൈവത്തിൽ നിന്ന് സ്വീകരിച്ച്, മലയിൽ വെച്ച് സ്വീകരിച്ച് ജനത്തിന് അത് കൊടുക്കുന്നതിനോട് സമാനമായ ഒരു സാഹചര്യമാണ്, അല്ലെങ്കിൽ അതേ ഒരുപോലെ ഒരു സെറ്റിംഗ് ആണ്, ബാക്ക്ഗ്രൗണ്ട് ആണ് നമ്മൾ ഇവിടെയും കാണുന്നത്. എന്നാൽ മോശയേക്കാൾ വലിയവനായ ദൈവം മറ്റൊരു മലയിൽ വെച്ച് ദൈവരാജ്യത്തിന്റെ നിയമസംഹിതകൾ തന്റെ ജനത്തിന് വേണ്ടി കൊടുക്കുന്നതായിട്ട് നമ്മൾ വായിക്കുന്നു. ഇവിടെ ഒരു ചോദ്യമുള്ളത്, മത്തായിയുടെ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഇത്രയും ഇത്രയും ഡീപ്പായിട്ടുള്ള ഒരു ടീച്ചിങ് കർത്താവ് ഒറ്റ ഒരു പ്രസംഗമായിട്ട് ചെയ്തതാണോ എന്ന് ചോദിച്ചാൽ സത്യത്തിൽ നമുക്കറിയത്തില്ല. അല്ല എന്ന് വിചാരിക്കാനാണ് സാധ്യത കൂടുതലുള്ളത്. കാരണം ഇത്രയും വലിയ ഉപദേശങ്ങൾ ഇത് മുഴുവൻ കർത്താവ് ഒറ്റ തവണയായിട്ട്, ഒരൊറ്റ പ്രസംഗമായിട്ട് ജനത്തെ പഠിപ്പിച്ചു എന്നതിനെക്കാട്ടിലും ഇത് കർത്താവ് പലതവണയായിട്ട് പറഞ്ഞു കൊടുത്തത് വിശുദ്ധ മത്തായി അതെല്ലാം കൂടി ചേർത്ത് വെച്ചിട്ട് ഒരു പ്രസംഗത്തിന്റെ രൂപത്തിൽ എഴുതിയതായിരിക്കാനാണ് സാധ്യത. അങ്ങനെ പറയുന്നതിന് ഒരു കാരണം കൂടിയുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷത്തിലും ഈ പർവ്വത പ്രസംഗത്തിലെ, മത്തായിയുടെ സുവിശേഷത്തിൽ കാണുന്ന പർവ്വത പ്രസംഗത്തിലെ അതേ പഠിപ്പിക്കലുകൾ ലൂക്കോസിന്റെ സുവിശേഷത്തിലും കാണുന്നുണ്ട്. പക്ഷെ അത് എല്ലാം ഒരുമിച്ചല്ല, ഇതുപോലെ ഒറ്റ പ്രസംഗമായിട്ടല്ല, മറിച്ച് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ പല ഭാഗങ്ങളിലായിട്ടാണ് ഇത് ചിതറിക്കിടക്കുന്നത് കാണുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 20 മുതൽ 49 വരെയുള്ള വാക്യങ്ങൾ, 11-ാം അധ്യായത്തിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ, 9 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ, 33 മുതൽ 36 വരെയുള്ള വാക്യങ്ങൾ, 12-ാം അധ്യായത്തിന്റെ 22 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ, 58-59 വാക്യങ്ങൾ, 13-ാമത്തെ അധ്യായത്തിന്റെ 24 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ, 14-ാം അധ്യായത്തിന്റെ 34 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ, 16-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം, 13-ാം അധ്യായത്തിന്റെ 17-18 വാക്യങ്ങൾ. ഇങ്ങനെ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ പലയിടത്തായിട്ടാണ് കർത്താവ് ഈ പഠിപ്പിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ചിന്തിക്കുവാൻ കഴിയുന്ന ഒരു സാധ്യത, കർത്താവ് ഇത് തന്റെ ജീവിതത്തിൽ പലപ്പോഴായിട്ട് ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുത്ത സത്യങ്ങളാണ്. എന്നാൽ വിശുദ്ധ മത്തായി എന്ത് ചെയ്തു? ഇതൊക്കെ ഒരു തീമുമായിട്ട് ബന്ധപ്പെട്ട് ചേർത്ത് വെക്കുവാൻ കഴിയുന്നതായതുകൊണ്ട് ഇത് വായിക്കുന്നവർക്ക് പെട്ടെന്ന് ഇത് സ്വീകരിക്കുവാൻ വേണ്ടി ഇതൊരു പ്രസംഗം പോലെ ഇതിനെ ചേർത്ത് കൊണ്ടുവന്നിട്ട് ഇതിനെ എല്ലാം കൂടി ഒരുമിച്ച് കളക്ട് ചെയ്തിട്ട് കർത്താവ് നടത്തിയ ഒരു പ്രസംഗം പോലെ വിശുദ്ധ മത്തായി അത് രേഖപ്പെടുത്തിയിരിക്കുവാനാണ് സാധ്യത എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പർവ്വത പ്രസംഗം ഒരു സ്ഥലത്ത് വെച്ച് ഒരു സന്ദർഭത്തിൽ യേശു നൽകിയ ഉപദേശമാണ് എന്ന് ചിന്തിക്കേണ്ടതില്ല. പല സന്ദർഭങ്ങളിലായി യേശു പ്രസ്താവിച്ചതും ആശയ സാദൃശ്യമുള്ളതും എന്ന് പറഞ്ഞാൽ ഒരുപോലെയുള്ള ആശയങ്ങൾ ഉൾക്കൊള്ളുന്നതുമായ കാര്യങ്ങൾ ആവർത്തിച്ച് കർത്താവ് പലതവണ പഠിപ്പിച്ചിട്ടുണ്ടാവും, ആളുകൾ അത് മറന്നു പോകാതിരിക്കാൻ വേണ്ടി. അത് ഒരുമിച്ച് കോർത്തിണക്കി ഒരു പ്രഭാഷണം പോലെ, ഒരു പ്രസംഗം പോലെ സുവിശേഷകൻ അത് എഴുതിയതാവാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ്. പർവ്വത പ്രസംഗത്തെ പറ്റി പറയുമ്പോൾ അതിൻ്റെ അകത്തെ പ്രധാനപ്പെട്ട ഒരു ഭാഗം കൂടി നമ്മളൊന്ന് കാണേണ്ടത് ആവശ്യമുണ്ട്. അത് 5-ാം അധ്യായത്തിലെ ഭാഗ്യവർണ്ണനയാണ്. 3 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ, ബിയാറ്റിറ്റ്യൂഡ്സ് എന്നതിനെ പറയും. ഭാഗ്യവർണ്ണന എന്ന് പറഞ്ഞാൽ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിക്കുന്ന വാക്യങ്ങൾ അല്ലെ. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, നീതിക്കായി വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഇങ്ങനെ 8 കാര്യങ്ങൾ നമ്മൾ ആ ഭാഗത്ത് കാണുന്നുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ടതായ ആ സെർമൺ ഓൺ ദ മൗണ്ടിന്റെ ഒരു കോറായിട്ട് ഈ പർവ്വത പ്രസംഗത്തെ മുഴുവൻ നമ്മൾ ഒന്നായി എടുക്കുകയാണെങ്കിൽ അതിന്റെ ഏറ്റവും അതിന്റെ ഉൾക്കാമ്പായിട്ട്, എസൻസ് ആയിട്ട് നമുക്ക് ഈ ബിയാറ്റിറ്റ്യൂഡ്സിനെ കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ദൈവരാജ്യത്തിലെ പൗരൻ, നമ്മൾ പറഞ്ഞു കർത്താവിനെ അനുഗമിക്കുന്നവർ ദൈവരാജ്യത്തിലെ സിറ്റിസൺസ് ആയിട്ട് മാറുകയാണ്. ദൈവരാജ്യത്തിലെ പൗരൻ അഥവാ ഒരു ക്രിസ്ത്യാനി, ആ ക്രിസ്ത്യാനിയുടെ ദൈവരാജ്യത്തിലെ അംഗത്തിന്റെ സ്വഭാവ വർണ്ണനയാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം എന്നുള്ള പ്രവൃത്തികളെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്, മറിച്ച് സ്വഭാവം, നമ്മൾ എന്തായി തീരണം എന്നുള്ളതിനെ കുറിച്ചാണ് അവിടെ പറയുവാനായിട്ട് ശ്രമിക്കുന്നത്. നോട്ട് വാട്ട് ടു ഡു, നമ്മൾ എന്ത് ചെയ്യണമെന്നല്ല, ബട്ട് വാട്ട് യു ഷുഡ് ബി, നമ്മൾ എന്തായിട്ട് മാറണം എന്നുള്ള നമ്മുടെ ആറ്റിറ്റ്യൂഡ്സിനെ പറ്റി, സ്വഭാവത്തെ പറ്റിയാണ് ഈ 8 കാര്യങ്ങളിൽ കാണുവാനായിട്ട് ഇടയാവുന്നത്. ഈ വാക്യങ്ങളിൽ പ്രവൃത്തികളെ പറ്റിയല്ല, സ്വഭാവത്തെ പറ്റിയാണ് ചിത്രീകരിക്കുന്നത്. നാം എന്ത് ചെയ്യണമെന്നല്ല, എന്തായിരിക്കണം എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. വിവിധ സാഹചര്യങ്ങളിൽ അനുസരിക്കേണ്ടതായ വിശദമായ ചട്ടങ്ങളും ഉപചട്ടങ്ങളും ഇവിടെ ഇല്ല, നിയമങ്ങൾ ഒന്നും അവിടെ ഇല്ല.
എന്നാൽ ഏത് സാഹചര്യത്തിലും ഒരു ക്രിസ്ത്യാനി വിസ്മരിക്കുവാൻ പാടില്ലാത്ത ശ്രേഷ്ഠമായ തത്വങ്ങൾ, ആശയങ്ങൾ ഇതിൽ ഉയർത്തിക്കാട്ടുന്നു എന്നുള്ളതാണ് ഈ ബിയാറ്റിറ്റ്യൂഡ്സിന്റെ ഭാഗ്യവർണ്ണനയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. 2, ദൈവരാജ്യത്തിലെ ജീവിതത്തിന്റെ സൗഭാഗ്യ വർണ്ണനയും ഇതിൽ കാണാം. ഒന്ന് നമ്മൾ പറഞ്ഞു, നമ്മുടെ സ്വഭാവം, ദൈവരാജ്യത്തിന്റെ അംഗങ്ങളുടെ സ്വഭാവം എങ്ങനെയായിരിക്കണം, വാട്ട് വി ഷുഡ് ബി, നമ്മൾ എന്തായി തീരണം എന്നുള്ളതിനെ പറ്റി അവിടെ പറയുന്നുണ്ട്. 2, ഈ ജീവിതത്തിന്റെ, ദൈവത്തോട് ചേർന്നുള്ള ഈ ജീവിതത്തിന്റെ ഭാഗ്യം എന്ന് പറയുന്നത് എന്താണ് എന്ന് അവിടെ പറയാനായിട്ട് ശ്രമിക്കുക. അത് വായിച്ചു നോക്കുമ്പോൾ നമുക്കറിയാം, സാമ്പത്തികമായി ഒരുപാട് പണം ഉണ്ടാകുന്നതോ പ്രശസ്തി ഉണ്ടാകുന്നതോ അല്ലെങ്കിൽ ജീവിതത്തിൽ നമ്മൾ നല്ലതെന്ന് കരുതുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അനുകൂലമായിട്ട് വരുന്നതോ ഇതൊന്നുമല്ല സത്യത്തിൽ അവിടെ ഭാഗ്യമായിട്ട് പറയുന്നത്. പിന്നെ ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം എന്താ ഭാഗ്യം എന്ന് പറയുന്നത്? ദൈവത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം ഉണ്ടാകുക. അതുതന്നെയാണ് ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് കർത്താവ് അവിടെ പഠിപ്പിക്കുവാനായിട്ട് ശ്രമിക്കുന്നത്. ജീവിതത്തിന്റെ നേട്ടങ്ങളല്ല, ജീവിതത്തിന്റെ സാമ്പത്തികമല്ല, ജീവിതത്തിന്റെ ഭൗതികമായ ഉയർച്ചയല്ല, ഇതൊന്നുമല്ല ഭാഗ്യമായിട്ട്, യഥാർത്ഥത്തിലുള്ള ഭാഗ്യമായിട്ട് പറയുന്നത്. മറിച്ച് ദൈവത്തിൽ അധിഷ്ഠിതമായ ലൈഫ് ഫൗണ്ടഡ് അപ്പോൺ ഗോഡ്, ദൈവത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഭാഗ്യം എന്നാണ് ഈ 8 കാര്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ദൈവത്തോടുള്ള ബന്ധമാണ് ജീവിതത്തിന്റെ സൗഭാഗ്യം. അതിനേക്കാൾ വലിയ മറ്റൊരു ഭാഗ്യവുമില്ല എന്നാണ് ഈ 8 കാര്യങ്ങളിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ഈ ദൈവവുമായിട്ടുള്ള ബന്ധം ഒരുവനിൽ എങ്ങനെയായിരിക്കണമെന്ന് ഈ 8 കാര്യങ്ങളുടെ ഒരു ഇന്റർപ്രിട്ടേഷൻ, അതെങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട്, അത് എങ്ങനെയാണ് നമ്മൾ അതിനെ വായിച്ച് മനസ്സിലാക്കേണ്ടത് എന്നുള്ള ആ ഒരു ഭാഗം കൂടി ഞാൻ ഈ പുസ്തകത്തിൽ നിന്നൊന്ന് വായിക്കാം. അത് ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ദൈവത്തോടുള്ള ബന്ധം ഒരുവനിൽ ചില അനുഭവങ്ങൾ ഉളവാക്കുന്നു. ഈ ബിയാറ്റിറ്റ്യൂഡ്സിന്റെ ഒരു ഇന്റർപ്രിട്ടേഷനാണ് പറയുന്നത്. ദൈവത്തോടടുക്കുമ്പോൾ അവന്റെ ഉന്നത മാനദണ്ഡങ്ങൾ പ്രാപിപ്പാൻ സാധിച്ചിട്ടില്ലാത്തതിനാൽ അവന്റെ ആത്മീക ദാരിദ്ര്യത്തെ പറ്റി അവൻ ബോധവാനാവും. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ ആ ബിയാറ്റിറ്റ്യൂഡ്സ് വേദപുസ്തകത്തിൽ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 3 മുതലുള്ള വാക്യങ്ങൾ കൂടി വായിച്ചുകൊണ്ട് ഈ ഭാഗം കൂടി ഒന്ന് കേൾക്കാനായിട്ടിടയാവണം. അപ്പോൾ അതിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാവും. ദൈവത്തോടടുക്കുമ്പോൾ എന്താണ്? ഉന്നത മാനദണ്ഡങ്ങൾ പ്രാപിപ്പാൻ സാധിച്ചിട്ടില്ലാത്തതിനാൽ നമ്മുടെ ആത്മീക ദാരിദ്ര്യത്തെ പറ്റി നമ്മൾ ബോധവാന്മാരാവുന്നു. സ്വന്തം അയോഗ്യതയെപ്പറ്റി ദുഃഖിതനായി അവൻ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നു. കണക്ട് ചെയ്ത് പോവുകയാണ്. സകല കാര്യങ്ങളിലും ദൈവ നിയന്ത്രണത്തിന് വിധേയനാകയാൽ അവൻ സൗമ്യതയുള്ളവനാകുന്നു. സ്വജീവിതത്തിൽ ദൈവ നിയന്ത്രണം വിലമതിക്കയാൽ സമൂഹത്തിലും ദൈവത്തിന്റെ ഭരണം ഉണ്ടായി കാണുവാൻ അവൻ ദാഹിക്കുന്നു. തൻ്റെ ജീവിതത്തിലുള്ളതുപോലെ ഇതേ ദൈവിക അനുഭവം സമൂഹത്തിൽ ദൈവത്തിന്റെ രാജ്യം വരാൻ, ദൈവത്തിന്റെ ഭരണം ഉണ്ടാകുവാൻ തക്കവണ്ണം അവന്റെ ഉള്ളിൽ ഒരു ദാഹമുണ്ടാകുന്നു. അഥവാ അത് തന്നെയാണ് പറയുന്നത്, അവൻ നീതിക്ക് വേണ്ടി വിശന്ന് ദാഹിക്കുന്നു. ജസ്റ്റിസ് നമ്മുടെ ചുറ്റുമുള്ള സമൂഹത്തിൽ സ്ഥാപിതമാകുവാൻ, സമൂഹത്തിൽ നീതിയുടെ അനുഭവം ഉണ്ടാകുവാൻ വേണ്ടിയുള്ള ഒരു വലിയ ദാഹം അവന് ഉണ്ടാകുന്നു. ദൈവം തന്നോട് കാണിക്കുന്ന ക്ഷമയും സ്നേഹവും കരുണയും മറ്റുള്ളവരോടും അവൻ കാണിക്കുന്നു. അഥവാ കരുണയുള്ളവനാകുന്നു. മറ്റു മനുഷ്യരോട് ക്ഷമിക്കുകയും അവരെ സ്നേഹിക്കുകയും ചെയ്യുന്നത് ദൈവത്തോടുള്ള ബന്ധം പുലർത്തുന്നതിനാവശ്യമാണ്. ദൈവത്തോടുള്ള സജീവ ബന്ധം പാലിക്കുന്നതിന് ഹൃദയ ശുദ്ധി അത്യന്താപേക്ഷിതമാണ് എന്ന് യേശു പറയുന്നു. ദുശ്ചിന്ത, അസൂയ, വിദ്വേഷം ആദിയായവ ഹൃദയത്തിന്റെ ശുദ്ധിയെ നശിപ്പിക്കുന്നു. ദൈവത്തോട് സംസർഗം പാലിക്കുന്നവർ സമൂഹത്തോടുള്ള കടമയെപ്പറ്റി ബോധവാന്മാരാകുകയും സമാധാനമുണ്ടാകുന്നതിനും നീതിക്ക് വേണ്ടി പോരാടുന്നതിനും മുന്നിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ആ ബിയാറ്റിറ്റ്യൂഡ്സ് 8 കാര്യങ്ങളുടെ, നമുക്ക് പെട്ടെന്ന് വായിക്കുമ്പോൾ ഇത് എന്താണെന്ന് മനസ്സിലാവത്തില്ല. അതിൻ്റെ ഒരു എക്സ്പ്ലനേഷനാണ് ഇവിടെ വായിക്കുവാനായിട്ടിടയായത്. അപ്പോൾ വ്യക്തിപരമായ കാര്യങ്ങൾ മാത്രമല്ല ഇവിടെ പരാമർശിക്കപ്പെടുന്നത്, മറിച്ച് ദൈവരാജ്യത്തിന്റെ അംഗങ്ങൾ അവരുടെ സ്വന്തം ജീവിതത്തെ പറ്റി മാത്രമല്ല, മറിച്ച് സമൂഹത്തിൽ ഇടപെടുകയും സമൂഹത്തിൽ തൻ്റെ ചുറ്റും താൻ ജീവിക്കുന്ന സമൂഹത്തിലും ചുറ്റുമുള്ളവരുടെ ജീവിതത്തിലും നീതിയും സമാധാനവും ഒക്കെ പുലരണമെന്ന് ആഗ്രഹിക്കുകയും അസത്യത്തിനും അനീതിക്കുമെതിരെ ധൈര്യത്തോടെ പോരാടുവാൻ തക്കവണ്ണം അവർ ഇറങ്ങിത്തിരിക്കുകയും ചെയ്യുന്നു, സന്നദ്ധരാവുകയും ചെയ്യുന്നു. ഇതാണ് ദൈവരാജ്യത്തിലെ അംഗങ്ങളുടെ പ്രത്യേകതയെന്ന്, അവരുടെ സ്വഭാവത്തിന്റെ ശ്രേഷ്ഠതയെന്ന് ഈ ഗിരിപ്രഭാഷണത്തിലെ ബിയാറ്റിറ്റ്യൂഡ്സ് ഭാഗ്യവർണ്ണനകൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. മൂന്നാമത് ഈ കർത്താവിന്റെ പഠിപ്പിക്കലുകളുടെ മറ്റൊരു വശം അല്ലെങ്കിൽ അതിന്റെ ഒരു തലം നമ്മൾ പഠിക്കേണ്ടത് ദൈവരാജ്യം എന്നുള്ളത്. നമ്മൾ മുൻപേ പറഞ്ഞു,
കർത്താവിൻ്റെ പഠിപ്പിക്കലുകളുടെ എല്ലാം ഏറ്റവും കോറായിട്ടുള്ള തീം എന്ന് പറയുന്നത് ദൈവരാജ്യം എന്നുള്ളതാണ്. അപ്പോൾ ദൈവരാജ്യം എന്താണ് എന്നുകൂടി നമ്മളൊന്ന് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. കർത്താവിൻ്റെ പ്രസംഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായിരുന്നു ദൈവരാജ്യം. അല്ലെ, കർത്താവിൻ്റെ പ്രസംഗം തന്നെ കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ ഈ സുവിശേഷങ്ങൾ വായിക്കുമ്പോൾ രണ്ട് വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഒന്ന്, പ്രത്യേകിച്ച് മത്തായിയുടെ സുവിശേഷത്തിൽ കൂടുതലായിട്ടും സ്വർഗരാജ്യം എന്നാണ് ഉപയോഗിക്കുന്നത്. ലൂക്കോസും മർക്കോസിലും നമ്മൾ ദൈവരാജ്യം എന്നുള്ള വാക്ക് തന്നെയാണ് കൂടുതലായിട്ടും കാണുന്നത്. യോഹന്നാനിലും അങ്ങനെ തന്നെയാണ് കാണുന്നത്. അപ്പോൾ ഈ ദൈവരാജ്യവും സ്വർഗരാജ്യവും സത്യത്തിൽ ഇത് രണ്ടും രണ്ടല്ല, ഒരേ ആശയത്തിന്റെ തന്നെ പര്യായ പദങ്ങളായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഇത് തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. പിന്നെ എന്താ മത്തായി അങ്ങനെ സ്വർഗരാജ്യം എന്ന് ഉപയോഗിക്കുന്നത്? പ്രത്യേകിച്ചും യഹൂദന്മാര് ദൈവത്തെ പേരെടുത്ത് വിളിക്കുക പതിവില്ലായിരുന്നു. അവർ ദൈവമെന്ന് കഴിവതും പറയേണ്ട ആവശ്യം അത്രയും അത്യാവശ്യം അല്ലെങ്കിൽ ആ വാക്ക് ഉപയോഗിക്കാറില്ല. കാരണം അത് അത്രയേറെ ദൈവത്തിന്റെ വിശുദ്ധിയും ദൈവത്തിന്റെ ബഹുമാനവും കൊടുക്കുന്നത് കൊണ്ട് ആ പേര് പോലും പലപ്പോഴും ആവശ്യമില്ലാതെ അവർ ഉച്ചരിക്കത്തില്ലായിരുന്നു. അതിന് പകരം അവർ അഡോണായ് എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ കഴിവതും ആ വാക്ക് ഉപയോഗിക്കുന്നത് കുറയ്ക്കാൻ വേണ്ടിയായിരിക്കാം അതിനോട് തന്നെ സമാനമായ അർത്ഥത്തിൽ ദൈവരാജ്യം എന്നതിന് പകരം ആ ദൈവം എന്ന വാക്ക് മാറ്റിയിട്ട് സ്വർഗരാജ്യം എന്ന് വിശുദ്ധ മത്തായി എഴുതുവാനായിട്ട് ശ്രമിക്കുന്നത്. എന്നാൽ രണ്ടും ഒരേ ആശയം തന്നെയാണ്, ഒരേ കാര്യം തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കണം. ഈ ദൈവരാജ്യം എന്ന് പറയുന്നത് യഹൂദന്മാർക്ക് പുതിയതായ ഒരു ആശയം ഒന്നും ആയിരുന്നില്ല. അവരുടെ ചിന്തയിൽ തന്നെ പണ്ട് മുതലേ അതുണ്ടായിരുന്നു. കാരണം അവരുടെ പ്രാർത്ഥനയിൽ ദൈവരാജ്യം വരേണ്ടതിന് വേണ്ടി അവർ നിരന്തരമായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ ദൈവരാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാത്ത ഒരു പ്രാർത്ഥനയെ അല്ല എന്നാണ് യഹൂദന്മാര് കരുതിയിരുന്നത്. അത് നീതിയുടെ ഭരണമായിട്ടും അനീതിയും അക്രമവും മ്ലേച്ഛതകളും ഇല്ലാതാക്കുന്ന ഭരണവുമായിട്ടൊക്കെ ദൈവരാജ്യത്തെ യഹൂദന്മാര് സങ്കല്പിച്ചിരുന്നു. അത് അവരുടെ ആത്മീയതയിലും അവരുടെ ചരിത്രത്തിലും ഉള്ളതായ ഒരു സങ്കല്പം തന്നെയാണ്. എന്നാൽ പിന്നീടുള്ള കാലത്ത് ഇതിൽ തെറ്റായ ചില മിസ്കൺസെപ്ഷൻസ് ഇതിലേക്ക് കടന്നു വന്നു. അല്ലെങ്കിൽ ദൈവരാജ്യത്തെ പറ്റിയുള്ള അവരുടെ സങ്കല്പം ഇടയ്ക്ക് വെച്ച് ചെറുതായിട്ടൊന്ന് വഴി മാറിപ്പോകുന്നുണ്ട്. അതെന്താ? അവരുടെ തെറ്റായിട്ടുള്ള ദൈവരാജ്യത്തെ പറ്റിയുള്ള യഹൂദന്മാരുടെ തെറ്റായിട്ടുള്ള ചിന്ത എന്തായിരുന്നു? ഒന്ന്, ദൈവരാജ്യം രാഷ്ട്രീയമായ പ്രതാപവും സാമ്പത്തികമായ സമൃദ്ധിയും നൽകുന്ന ഒരു ഭൗമരാജ്യമാണ് എന്നവർ ചിന്തിക്കാനായിട്ട് തുടങ്ങി. എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ മുൻപേ പറഞ്ഞതുപോലെ നമ്മൾ പറഞ്ഞത് ദൈവത്തിന്റെ ഭരണ വ്യവസ്ഥിതിയാണ് നമ്മൾ ദൈവരാജ്യം എന്ന് പറയുന്നത്. അത് ഈ ജീവിതത്തിൽ തന്നെ നമ്മൾ അനുഭവിക്കുന്നതായ ഒരു സംഗതിയാണ്. എന്നാൽ യഹൂദന്മാർ പെരിയ എന്ത് ചിന്തിച്ചു? ഇത് തങ്ങളുടെ ഒരു രാജ്യം പോലെ ദൈവം ഭരിക്കുന്ന മശിഹ വന്ന് ഒരു രാജാവിനെ പോലെ ഈ ലോകത്തിൽ വന്ന് ഭരണം നടത്തുന്ന ഒരു ലോകരാജ്യമായിട്ട് ആണ് അവർ ദൈവരാജ്യത്തെ സങ്കല്പിച്ചത്. അവരതിനെ ലോക്കലൈസ്ഡ് ആയിട്ട് ജിയോഗ്രഫിക്കലായിട്ടുള്ള ഒരു രാജ്യമായിട്ട് സങ്കല്പിച്ചു. അത് അവരുടെ സങ്കല്പത്തിൽ വന്നതായിട്ടുള്ള ഒരു തെറ്റാണ്. അതുപോലെ രണ്ടാമത്തെ ഒരു തെറ്റ് എന്ന് പറയുന്നത് ദൈവരാജ്യം കേവലം യഹൂദ സാമ്രാജ്യമാണെന്നുള്ള ധാരണ അവരുടെ ഇടയിൽ പരന്നു. യഹൂദന്മാരെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് മശിഹ വന്ന് സ്ഥാപിക്കാൻ പോകുന്ന ഒരു രാജ്യമാണ് എന്നാണ് അവർ വിചാരിച്ചത്. പ്രത്യേകിച്ചും തങ്ങളെ ഭരിക്കുന്ന റോമൻ ഭരണാധികാരികളെയൊക്കെ യുദ്ധം ചെയ്ത് കീഴടക്കി, വാളുകൊണ്ട് അവരോട് പോരാടി അവരെ കീഴടക്കി, അല്ലെ, മറ്റൊരു മഹാനായ രാജാവ്, ഒരു ചക്രവർത്തിയെ പോലെ മശിഹ വന്ന് ഇവിടെ യഹൂദന്മാർക്ക് അവരുടെ സ്വന്തമായ ഒരു രാജ്യം സ്ഥാപിച്ചു കൊടുക്കുകയും ആ രാജ്യം ലോകത്തിന്റെ വലിയ ഉന്നതമായ സ്ഥാനത്തേക്ക് വരികയും അവിടെ മശിഹ രാജാവിനെ പോലെ അവരെ ഭരിക്കുകയും ചെയ്യും എന്നാണ് അവർ കരുതിയിരുന്നത്. അതും അവരുടെ തെറ്റായിട്ടുള്ള ഒരു ചിന്താഗതിയായിരുന്നു. ഒരു പൊളിറ്റിക്കൽ ഒരു രാജ്യത്തെ പറ്റിയാണ് ദൈവരാജ്യം എന്ന് പ്രതീക്ഷിച്ചപ്പോൾ യഹൂദന്മാർ സ്വപ്നം കാണുവാനായിട്ട് ഇടയായത് എന്ന് നമ്മൾ ഓർത്തിരിക്കേണ്ടതായ ഒരു കാര്യമാണ്. എന്നാൽ ദൈവരാജ്യം എന്ന പദത്തിന് ദൈവത്തിന്റെ വകയായ പ്രദേശമെന്നല്ല, ഒരു പ്രത്യേക ഭൂമിയിലെ പ്രദേശമെന്നല്ല, മറിച്ച് ദൈവത്തിന്റെ ഭരണം എന്നാണ് അർത്ഥം. ദൈവം ഭരിക്കുന്ന രാജ്യമല്ല, ദൈവം സമ്പൂർണ്ണ ഭരണം നടത്തുന്ന ഒരു വ്യവസ്ഥിതിയാണ്, ഒരു സിസ്റ്റമാണ് ദൈവരാജ്യം എന്ന് നമ്മൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പിന്നെ ഈ ദൈവരാജ്യത്തെ പറ്റി ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി നമ്മളൊന്ന് ഓർത്തിരിക്കണം. ഒന്ന്, ദൈവരാജ്യം നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട്. അതൊരു പ്രസന്റ് റിയാലിറ്റിയാണ്. അത് കാരണം കർത്താവ് തന്നെ അത് പറയുന്നുണ്ട്. കർത്താവിന്റെ വരവോടുകൂടി ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ സ്ഥാപിതമായിരിക്കുന്നു എന്ന് കർത്താവ് വളരെ വ്യക്തതയോടെ കർത്താവ് പറയുവാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ യാഥാർത്ഥ്യമായിരിക്കുന്ന ഒരു റിയാലിറ്റിയാണ്
ദൈവരാജ്യം എന്ന് പറയുന്നത്. അതിന് വിവിധ ഭാഗങ്ങൾ വേദപുസ്തകത്തിൽ നമുക്ക് കർത്താവിന്റെ വാക്കുകൾ കാണുവാനായിട്ട് ഇടയാകും. ഒന്ന് ലൂക്കോസിന്റെ സുവിശേഷം 17-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിലാണ്, ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ, നിങ്ങളുടെ പിതാവ് രാജ്യം നിങ്ങൾക്ക് തരുവാൻ പ്രസാദിച്ചിരിക്കുന്നു. 32-ാമത്തെ വാക്യം. ഇങ്ങനെയൊക്കെ കർത്താവ് പറയുന്നിടത്ത് ദൈവരാജ്യം ഇനി വരുവാനുള്ള ഒരു സംഗതി മാത്രമല്ല, മറിച്ച് ഇപ്പോൾ തന്നെ കർത്താവ് നമ്മുടെ ഇടയിലേക്ക് വന്നപ്പോൾ തന്നെ ദൈവരാജ്യത്തിന്റെ അനുഭവത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കണം. വിച്ച് ഈസ് ആൻ ഇമ്മിനന്റ് റിയാലിറ്റി. നമ്മൾ ഇപ്പോൾ തന്നെ അനുഭവിക്കുന്ന ഒരു റിയാലിറ്റിയാണ് ദൈവരാജ്യം. അത് കർത്താവിൽ സ്ഥാപിതമായിരിക്കുന്ന, കർത്താവ് നമുക്ക് വേണ്ടി തുറന്നു തന്ന ഒരു ജീവിത വ്യവസ്ഥിതിയാണ് ദൈവരാജ്യം എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കണം. എന്നാൽ അത് പുതിയൊരു അനുഭവം മാത്രമല്ല, പണ്ട് മുതലേ ഈ ദൈവരാജ്യത്തിന്റെ അനുഭവമുണ്ട്. കാരണം കർത്താവ് പറയുന്നുണ്ട്, അബ്രഹാമും ഇസഹാക്കും യാക്കോബും സകല പ്രവാചകന്മാരും ദൈവരാജ്യത്തിൽ ഇരിക്കും എന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഇതിനു മുൻപ് തന്നെ ദൈവത്തെ പ്രസാദിപ്പിച്ചിട്ടുള്ള, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട വിശുദ്ധന്മാരായിട്ടുള്ള, ദൈവത്തോട് ചേർന്ന് ജീവിക്കുവാൻ തയ്യാറായിട്ടുള്ള മനുഷ്യരും എന്തിന്റെ ഭാഗമാണ്? ഈ ദൈവരാജ്യത്തിന്റെ ഭാഗമാണ്. അതിന്റെ ഒരു മുൻപോട്ടുള്ള, പിന്നിലോട്ടുള്ള ഒരു വസ്തുത കൂടെയാണ് പറയുന്നത്. അത് ഇപ്പോഴുള്ള ഒരു റിയാലിറ്റിയാണ്. ഇതിനു മുൻപ് തന്നെ ദൈവരാജ്യത്തിന്റെ അനുഭവം ഈ ലോകത്തിലുണ്ട് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ ഇതിനൊരു ഭാവി, ഒരു ഫ്യൂച്ചർ ആസ്പെക്റ്റ് കൂടിയുണ്ട്. കാരണം ദൈവരാജ്യം കർത്താവ് ഇവിടെ സ്ഥാപിക്കുകയും ആ ദൈവരാജ്യത്തിന്റെ അനുഭവം നമുക്ക് നൽകുകയും ചെയ്തു. എന്നാൽ ഇത് പൂർണ്ണമായിട്ടും ഈ ലോകത്തിൽ പൂർണ്ണമായ തരത്തിൽ ദൈവരാജ്യം ഇപ്പോഴും സ്ഥാപിതമായിട്ടില്ല. ദൈവരാജ്യത്തിന്റെ പ്രവർത്തനത്തിലാണ് നമ്മൾ എല്ലാവരും ആയിരിക്കുന്നത്. ഇതെപ്പോഴാണ് പൂർണ്ണതയിലേക്ക് എത്തുക? അത് കർത്താവിന്റെ മടങ്ങിവരവോടുകൂടി ഈ ദൈവരാജ്യത്തിന്റെ പൂർണ്ണതയിലേക്ക് എത്തും. അപ്പോൾ കർത്താവിന്റെ മടങ്ങിവരവ് വരെയുള്ള സമയം ഈ ദൈവരാജ്യത്തിന്റെ അനുഭവത്തിലേക്ക് ഈ ലോകത്തെ രൂപാന്തരപ്പെടുത്തുവാനും ദൈവരാജ്യത്തിന്റെ അനുഭവം എല്ലാവർക്കും ലഭിക്കത്തക്കവണ്ണം ഇവിടെ ഒരു രൂപാന്തരം ഈ ലോകത്തിൽ ഉണ്ടാകുവാനും തക്കവണ്ണമാണ് നമ്മുടെയൊക്കെ ജീവിത നിയോഗം എന്ന് പറയുന്നത്. അപ്പോൾ അതിനൊരു ഫ്യൂച്ചർ എലമെന്റ് കൂടിയുണ്ട്. ഇപ്പോൾ തന്നെ ഉള്ളതാണ്, എന്നാൽ ഇനിയും ഇത് വളരുവാനും പൂർത്തീകരിക്കപ്പെടുവാനും സാക്ഷാത്കരിക്കപ്പെടുവാനും ഇനിയും ഇതിൽ ബാക്കിയുണ്ട്. അതിന്റെ ഏറ്റവും കൾമിനേഷൻ എന്ന് പറയുന്നത് കർത്താവിന്റെ രണ്ടാമത്തെ വരവിലാണ്. അപ്പോൾ ഇതിനൊരു പാസ്റ്റ് ഒരു തലമുണ്ട്, ഭൂതകാലത്തിന്റെ ഒരു തലമുണ്ട്, ഒരു പ്രസന്റ് റിയാലിറ്റി. നമ്മൾ ഇപ്പോൾ ആയിരിക്കുന്നത് ദൈവരാജ്യത്തിന്റെ അനുഭവത്തിലാണ് എന്നുള്ള ഒരു റിയാലിറ്റി ഉണ്ട്. അതിനൊരു ഫ്യൂച്ചർ തലവുമുണ്ട്, ഭാവി തലവും കൂടിയുണ്ട്. അത് ഈ ദൈവരാജ്യം ലോകത്തിൽ മുഴുവൻ സ്ഥാപിതമാകുകയും കർത്താവിന്റെ വരവോടുകൂടി അതിന്റെ പൂർത്തീകരണത്തിലേക്ക്, പൂർണ്ണതയിലേക്ക് അത് എത്തുകയും ചെയ്യുമെന്നുള്ള ഒരു ഭാവിയുടെ തലവും നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും. കർത്താവ് നമ്മെ പഠിപ്പിച്ച കർത്തൃ പ്രാർത്ഥനയിൽ, സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥനയിൽ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ എന്ന് പ്രാർത്ഥിക്കാനായിട്ട് കർത്താവ് നമ്മളെ പഠിപ്പിക്കും. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? സ്വർഗത്തിലെ പോലെ ഈ ഭൂമിയിലും ദൈവത്തിന്റെ ഇഷ്ടം പൂർണ്ണമായിട്ടും നടക്കുന്ന അനുഭവമാണ് ദൈവരാജ്യം എന്ന് പറയുന്നത്. അപ്പോൾ ദൈവഹിതത്തിനെതിരായി നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതും അനീതിയും അക്രമവും ചൂഷണവും, ഇതൊക്കെ യുദ്ധവും പ്രയാസങ്ങളും ഭിന്നതകളും അസൂയയും പിണക്കവും, ഇങ്ങനെ ദൈവഹിതത്തിനെതിരായിട്ടുള്ളതെല്ലാം ദൈവരാജ്യത്തിന്റെ അനുഭവത്തിന് വിപരീതമായ അനുഭവമാണ്. ദൈവം ആഗ്രഹിക്കുന്ന ദൈവത്തിന്റെ ഇഷ്ടം സ്വർഗത്തിൽ എങ്ങനെയായിരിക്കുന്നു അതേപോലെ ഭൂമിയിലും എല്ലാവർക്കും അനുഭവിക്കുവാൻ കഴിയുന്ന ഒരു അനുഭവമാണ്, ദൈവത്തിന്റെ ഇഷ്ടം പൂർണ്ണമായി നിറവേറുന്ന അനുഭവമാണ് ദൈവരാജ്യം എന്ന് നമ്മൾ ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ്. ഇത്രയും കർത്താവിന്റെ പഠിപ്പിക്കലിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ്. ഇതുകൊണ്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. കർത്താവിന്റെ പഠിപ്പിക്കലിന്റെ അടുത്ത ഒരു ഭാഗം, ഈ ചാപ്റ്ററിന്റെ ബാക്കി ഭാഗം ഒരു രണ്ടാമത്തെ ഒരു വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം.